ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു തോരനാണ് കേട്ടോ. നമ്മുടെ ചക്കക്കുരുവും ചീരയും ചേർത്തിട്ടുള്ള തോരനാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ, നല്ലൊരു അടിപൊളി തോരൻ. അപ്പോൾ നന്നായിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്ത് കഴിക്കാം. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു നാടൻ രീതിയിലുള്ള തോരൻ റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ചക്കക്കുരു ഒരു 10-15 എണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിൽ 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്കായിട്ട് ചീര, ഒരു കെട്ട് ചീര എടുത്തിട്ടുണ്ട്. അതിൻ്റെ തണ്ട് വേറെയായിട്ടും ഇല വേറെയായിട്ടും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ ചിരവിയത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം. മിനിമം 1/2 കപ്പ് വേണം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളക്, ഉള്ളി, കറിവേപ്പില, ജീരകം ഇതൊക്കെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചീരയുടെ തണ്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചീരയുടെ തണ്ട് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ വെള്ളം വേസ്റ്റാക്കി കളയരുത്. നമ്മുടെ ചക്കക്കുരു വേവിച്ച വെള്ളത്തിൽ വേണം ചീരയുടെ തണ്ട് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ചീരയുടെ തണ്ടിന് കുറച്ച് കുക്കിംഗ് ടൈം കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ചീരയുടെ തണ്ട് ആദ്യം കുക്ക് ചെയ്യുന്നത്. അതിന് ശേഷമാണ് ഇല ചേർത്ത് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തണ്ട് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ചക്കക്കുരു വേവിച്ച വെള്ളം നമ്മുടെ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചീരയുടെ തണ്ട് കട്ട് ചെയ്തത് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഉപ്പ്, ഞാൻ ചക്കക്കുരുവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുണ്ടായുള്ളൂ. ഇപ്പോൾ ചീരയുടെ തണ്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഈ ചീരയുടെ തണ്ട് കുക്കായി വരുന്നത് വരെ ഒന്ന് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ വെള്ളത്തിൽ തന്നെ ചീരയുടെ തണ്ട് കുക്കായി വന്നോളും. ഇത് വെള്ളം വറ്റിച്ചെടുക്കണം. പിന്നീട് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കിയെടുക്കാം, ഇത് കുക്കാവുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ ചീരത്തണ്ടൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി തുടങ്ങി. ഇനി കുറച്ച് വെള്ളമേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീരയുടെ ഇല ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഈ ചീരത്തണ്ടിൻ്റെ കൂടെ ചേർത്തിട്ട് നമ്മുടെ ചക്കക്കുരു കുക്ക് ചെയ്യുകയാണെങ്കിൽ ചക്കക്കുരു കുക്കായി കിട്ടില്ല കേട്ടോ. 2 വേവാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചക്കക്കുരു കുക്കറിൽ കുക്ക് ചെയ്തെടുത്തത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ആവി കയറി വരട്ടെ. ഈ സമയത്താണ് ഞാൻ ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാൻ പോകുന്നത്. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ചീരയുടെ ഇല ഒന്ന് കുക്കായി വരുന്നത് വരെ ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ അരപ്പിൻ്റെ കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു ഉള്ളി, പിന്നെ നിങ്ങൾക്ക് വെളുത്തുള്ളി ചേർക്കണം എന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ചേർക്കാം. ഞാൻ ഇങ്ങനെയുള്ള തോരനൊന്നും വെളുത്തുള്ളി ചേർക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് വെളുത്തുള്ളി വേണമെങ്കിൽ ചേർക്കാം. പിന്നെ നമ്മുടെ എരിവിനായിട്ടുള്ള പച്ചമുളക്, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2-3 ഇതിൽ കറിവേപ്പില, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഇത്രയും ചേർത്തിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് ഒന്ന് ഒതുക്കിയെടുക്കുക. നന്നായിട്ട് അരിഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക. വെള്ളം ചേർക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ജീരകം ചേർക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ജീരകത്തിന് പൊടി ചേർത്താലും മതി കേട്ടോ. ഇത് ജീരകം ഇടയ്ക്ക് കടിക്കാൻ കിട്ടും. ജീരകമൊന്നും വല്ലാതെ ഒതുങ്ങി പോവില്ല. അപ്പോൾ ജീരകത്തിൻ്റെ പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ പൊടി ചേർക്കാം. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ചീര ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ ചീരയുടെ ഇലയൊക്കെ ഇത് കണ്ടോ നന്നായിട്ട് ഒതുങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഈ അരപ്പ് ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അരപ്പിൽ മഞ്ഞൾപ്പൊടി കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഈ ഒരു സമയത്ത് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചക്കക്കുരുവിൽ മഞ്ഞൾപ്പൊടി ഉണ്ട്. അപ്പോൾ എല്ലാം ചേർന്ന് വരുമ്പോൾ നന്നായിട്ട് മഞ്ഞ കളറായി വന്നോളും. ഒരുപാട് ഓവറായിട്ട് മഞ്ഞ കളർ വേണ്ട. ഇനിയിപ്പോൾ അരപ്പിൻ്റെ ആ റോ ടേസ്റ്റും നമ്മുടെ ചീരയുടെ ഇലയുടെ കുക്കിങ്ങും എല്ലാം പെർഫെക്റ്റ് ആവണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ചക്കക്കുരു വേവിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചീര ചക്കക്കുരു തോരൻ റെഡിയായി വരും. ചക്കക്കുരു നിങ്ങൾക്ക് ഇത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ അളവ് കുറയ്ക്കാം. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ചേർത്തു എന്നേ ഉള്ളൂ. ചീര കുറവേ ഉണ്ടായുള്ളൂ. അതുകൊണ്ടാണ് ചക്കക്കുരു കൂടുതൽ ചേർത്തത്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം കേട്ടോ അളവുകളിൽ. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 3 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് ഇളക്കി മിക്സ് ചെയ്ത് ഇതിലേക്ക് വറവ് ചേർക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കണം, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഇപ്പോൾ വെള്ളം ചേർക്കാതെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ചട്ടിയിൽ പിടിക്കാൻ പാടില്ല, നമ്മുടെ പാനിൽ പിടിക്കരുത്. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 3 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം.
ഇപ്പോൾ നമ്മൾ നമ്മുടെ ചക്കക്കുരുവും ചീരയും എല്ലാം ചേർത്ത് അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ആയി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ചക്കക്കുരുവിലും ചീരയിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക, ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് ഉപ്പായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോരൻ കളയാനേ ഉള്ളൂ, നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ തോരൻ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് തോരൻ ഉണ്ടാക്കി നോക്കിക്കോളൂ. ഉപ്പൊക്കെ പാകത്തിനായിട്ടുണ്ട്, എരിവും പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറവ് ചേർക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ വറവ് ചേർത്തിട്ട് തോരൻ എടുക്കാം. 2 രീതിയിലും ചെയ്യാം. ഞാനിപ്പോൾ വറവ് ചേർക്കാണ് ചെയ്യുന്നത്. വേറെ പാൻ വയ്ക്കാം. ഞാൻ കുറച്ച് മുന്നേ വറവ് റെഡിയാക്കിയൊരു പാനാണ് വയ്ക്കാൻ പോകുന്നത്. ഈ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ഇനി വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ, ഇതുപോലെ കോമ്പിനേഷൻസ് ഒക്കെ വേറെയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ. ഏതൊക്കെ കോമ്പിനേഷൻസിലാണ് തോരൻ ഉണ്ടാക്കാറുള്ളതെന്നൊക്കെ. അപ്പോൾ എനിക്കും ട്രൈ ചെയ്ത് നോക്കാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഫ്ലെയിം കുറച്ചിട്ട് നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർക്കാം. അതുപോലെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ തോരനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വറവ് തോരനിലേക്ക് ചേർക്കുകയാണ്. ഇനി ഒന്ന് അടച്ചു വയ്ക്കുക. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ആ വറവിൻ്റെ ഫ്ലേവറൊക്കെ നമ്മുടെ തോരനിലേക്ക് ഒന്ന് പിടിച്ചു വരട്ടെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവരും കണ്ട് ഇഷ്ടപ്പെടുമല്ലോ. അങ്ങനെ കുറച്ച് ഷെയറിംഗ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ചാനൽ കുറച്ചുകൂടി ബെറ്റർ ആയി വരും. അതുകൊണ്ടാണ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ തോരൻ നമുക്ക് ഒന്ന് ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. ചൂടോടെയോ ചൂട് മാറിയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. എങ്ങനെ കഴിച്ചാലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു തോരൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.